ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ കഥയാണേ. ഞാൻ നിരഞ്ജന, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന 40-കാരി. സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും വിട പറയാത്ത യൗവനവും ഉടയാത്ത അംഗവടിവും ഇന്നും എനിക്ക് സ്വന്തമായുണ്ട്. 20-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 21-ൽ പ്രസവവും. 5 വർഷം കുടുംബജീവിതം അനുഭവിച്ചു. ദാമ്പത്യ ബന്ധത്തിലെ സ്വരക്കേടുകൾ അപ്പോഴേക്കും തിരുത്താനാവാത്ത വിധം വളർന്നിരുന്നു. വേർപിരിയലിനൊടുവിൽ 4 വയസ്സുകാരൻ മകനുമായി തനിയെ പുതിയൊരു ജീവിതത്തിന് തുടക്കമിടേണ്ടതായി വന്നു. ആഗ്രഹിച്ചിരുന്ന LLB പഠിത്തം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞപ്പോൾ പരിചയക്കാരുടെ സഹായത്തോടെ തൃശ്ശൂർ തന്നെ എനിക്ക് പ്രമുഖ സ്ഥാപനത്തിൽ കൺസൾട്ടൻ്റായി ജോലിയും ലഭിച്ചു. അങ്ങനെ വീണ്ടും ജീവിതം പച്ച പിടിക്കുകയായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീടും കാറുമൊക്കെ ഉണ്ട്. ഞാനും എൻ്റെ ആദിയും അടങ്ങുന്ന എൻ്റെ കുടുംബത്തിന്. അതെ, എൻ്റെ ആദി എൻ്റെ വളർത്തുമോൻ അല്ല, അവൻ എൻ്റെ പൊന്നുമോൻ തന്നെയാണ്. ആദ്യ പ്രസവത്തിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട എനിക്ക് എങ്ങു നിന്നോ ദൈവങ്ങൾ കൊണ്ടെത്തിച്ച എൻ്റെ പൊന്നുമോൻ. അന്ന് നടന്ന ആ സംഭവങ്ങൾ ഞാൻ അങ്ങനെ ഓർക്കാറില്ല. ഓർത്താൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒരേ സമയം പ്രസവം കാത്തു കിടന്ന 2 പേർ. ഒരു പെൺകുട്ടി, ആരോരും ഇല്ലാത്തവളായ ഏതോ ഒരു പെൺകുട്ടി. എൻ്റെ അതേ ഡേറ്റിൽ എന്നോടൊപ്പം അഡ്മിറ്റ് ആയത് വിധിയുടെ വിളയാട്ടമാവാം. അങ്ങനെ ഒരേ ദിവസം ഒരേ സമയം നടന്ന പ്രസവത്തിൽ ഒരാൾക്ക് കുഞ്ഞിനെ നഷ്ടമായി. ഒരു കുഞ്ഞിന് അവൻ്റെ അമ്മയെയും. ആരോരും ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിനെ അവളുടെ മരണശേഷം സർക്കാർ സംവിധാനങ്ങളിലേക്ക് കൊടുക്കേണ്ട എന്ന ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശുപത്രി അധികൃതരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ചെറിയൊരു തിരിമറിയിലാണ് ആദി ഇന്നെൻ്റെ മോനായത്. ഒന്നോർത്താൽ അന്ന് ആ തിരിമറി നടത്തിയത് എല്ലാവരുടെയും നല്ലതിനായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഡിപ്രഷനിൽ ഒരു ഭ്രാന്തിയായി പോകുമായിരുന്ന ഞാൻ എന്ന അമ്മയും സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട് അനാഥാലയങ്ങളുടെ ഏതെങ്കിലും മൂലകളിൽ കഴിയേണ്ടി വരുമായിരുന്ന ആദി എന്ന മകനും ഒന്നിക്കില്ലായിരുന്നു. അതെല്ലാം പിന്നീടാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നേഴ്സിൽ നിന്ന് ഞാൻ അറിയുന്നത്. അപ്പോഴേക്കും അവൻ എൻ്റെ പൊന്നുമോൻ തന്നെ ആയി മാറിയിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും അവനായിരുന്നു. അവൻ്റെ ഓരോ ചുവടുവെപ്പിലും ഞാൻ ചാരിതാർത്ഥ്യം കണ്ടെത്തി. ഇന്ന് പക്ഷേ ആദ്യം എൻ്റെ മകനല്ല, എൻ്റെ കാമുകനോ ഭർത്താവോ മറ്റെന്തെല്ലാമോ ആണ്. എൻ്റെ രതിസ്വപ്നങ്ങളിലെ നായകനാണ്. എനിക്ക് പൂർണ്ണ സംതൃപ്തി തരുന്ന പുരുഷനാണ്. ആർത്തവചക്രം തെറ്റി വയറിലൊരു പുതുജീവൻ ഉണർന്നാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അത്രയ്ക്ക് ജീവനാണ് എനിക്ക് എൻ്റെ ആദിമോൻ. എങ്ങനെ അതെല്ലാമായി എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരുത്തരം തരാനാവില്ല. ഒരു രാത്രി കൊണ്ടുണ്ടായ സംഭവമല്ല. ഞാൻ പോലും അറിയാതെ, അവനും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞ ഒരവസ്ഥാന്തരമായിരുന്നു അത്. ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം എൻ്റെ ജീവിതം ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയായിരുന്നു. എന്നും ഉണ്ടാകാറുള്ള വഴക്കുകളില്ലാതെ, മാനസിക സംഘർഷങ്ങളില്ലാതെ, രാത്രികളിൽ ഇരയുടെ മേൽ ചാടി വീണ് ബലാത്കാരമായി ഇണചേരാനുള്ള പുരുഷൻ്റെ സ്വാർത്ഥതയില്ലാതെയുള്ള സമാധാനം നിറഞ്ഞ ജീവിതം. എൻ്റെ അനുഭവങ്ങളുടെ ചൂടിലാവാം മറ്റൊരു പുരുഷനോടും എനിക്ക് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നിയിരുന്നില്ല. പ്രായം എൻ്റെ ശരീരത്തിൽ കാര്യമായ കേടുപാടുകൾ വരുത്തിയിരുന്നില്ല. അംഗസൗഷ്ഠവും മാതകത്വവും എന്നെ ഒരു ആകർഷണ വസ്തുവാക്കിയിരുന്നു. കാമാർത്തി നിറഞ്ഞ നോട്ടങ്ങൾ എനിക്ക് പരിചിതമായിരുന്നു. എന്നാൽ അവയൊന്നും എൻ്റെ ഉറക്കം കെടുത്തിയിരുന്നില്ല അന്നുവരെ. 35 വയസ്സ് കടന്നപ്പോഴാണ് എന്നിൽ സ്ത്രീയുടെ വികാരങ്ങൾ വീണ്ടും തളിരിട്ട് തുടങ്ങിയതെന്ന് പറയാം. ആയിടെ എനിക്ക് വല്ലാത്ത ആസക്തി അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത പോലെ ഒരു പുരുഷൻ്റെ ചൂടേൽക്കാൻ അടങ്ങാത്ത ദാഹം. ഉറക്കം വരാത്ത രാത്രികളായിരുന്നു പലതും. തനിയെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുരുളുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുമ്പോൾ ഉണ്ടാവുന്ന പാരവശ്യം. ശരീരം ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി വെമ്പൽ കൊള്ളുന്നൊരവസ്ഥ. അങ്ങനെയുള്ള രാത്രികളിൽ ഞാൻ സുമിയെ വിളിക്കുമായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. ഞാനും അവളും ഒരേ ലോ ഫേമിലാണ് ജോലി. എരിവും പുളിയുമുള്ള വർത്തമാനം പറയാൻ അവൾ മിടുക്കിയായിരുന്നു. അവൾ പറയുന്ന കഥകൾ കേട്ട് വികാരം കൊണ്ട് എപ്പോഴോ ഉറക്കത്തിൻ്റെ മടിയിലേക്ക് വഴുതി വീഴുകയായിരുന്നു എൻ്റെ പതിവ്.
അന്നും പതിവ് തെറ്റിക്കാതെ ഞാനും ആദ്യം അത്താഴം കഴിച്ച ശേഷം എൻ്റെ മുറിയിലേക്ക് വന്നു. കതകടച്ച് ഞാൻ വിശദമായിട്ടൊന്ന് കുളിച്ചു. ആണിനെ മോഹിപ്പിക്കുന്ന വയലറ്റ് പൂക്കളുള്ള സുതാര്യമായ സ്ലീവ്ലെസ് നൈറ്റിയും ധരിച്ചുകൊണ്ട് സുമിക്ക് ഫോൺ ചെയ്യാൻ ഒരുങ്ങി. സുമിയോട് ചൂടൻ കൊച്ചു വർത്തമാനം പറയാൻ അന്ന് വല്ലാതെ എൻ്റെ മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ് ചെവിയിൽ കുത്തിയ ശേഷം ഞാൻ ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. ആ 4 ചുവരുകൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ വേലിയാണ്. ഈ ചുവരുകൾ എനിക്ക് എൻ്റെ മോഹങ്ങളെ മറ്റാരും കാണാതെ പൂർണ്ണ സംരക്ഷണം നൽകുന്നവയാണ്. റിങ് ചെയ്യുന്ന നേരം സ്വയം ചുണ്ട് കടിച്ച് അനുഭൂതികളേറ്റ് ഉള്ളിൽ വിരിയിച്ചു കൊണ്ടിരുന്നു. പതിവില്ലാതെ എൻ്റെ ഉള്ളു വല്ലാത്ത കുളിരണിയുന്ന പോലെ എനിക്ക് തോന്നി. അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായതുമില്ല. ആളില്ല തോണിക്ക് തുണ പോലെ തുഴയാൻ കാലം എനിക്കൊരു വഞ്ചിക്കാരനെ തരില്ലയോ എന്നോർത്തുകൊണ്ട് എൻ്റെ ഉള്ളം കഴിഞ്ഞ കുറച്ചു വർഷമായി ഇങ്ങനെ പിടയാൻ തുടങ്ങിയിട്ട്. ഹായ് ആൻറ്റി. ഫോണിൽ അങ്ങേ തലക്കിൽ പ്രതീക്ഷിച്ച സ്വരമല്ലാത്തതിനാൽ എൻ്റെ കരങ്ങളൊന്ന് സ്തംഭിച്ചു. മനസ്സിലൊരു വെള്ളിടി വെട്ടി. ശ്രേയമോളെ, അമ്മ എവിടെ? ഓ, ആൻറ്റി എന്നോടൊന്നും സംസാരിക്കില്ലല്ലോ അല്ലേ? അവൾ എന്നോട് കുശുമ്പ് കൊണ്ട് ചോദിച്ചു. അവൾക്കിത് പതിവാണ്. കൊച്ചു കാന്താരി. ആളൊരു പൊടി സുന്ദരിയാണ്. അവളുടെ അമ്മ സുമിയെപ്പോലെ തന്നെ. എടാ, അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ മോളോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വേഗം അവളെ പാട്ടിലാക്കാൻ ഒരു ശ്രമം നടത്തി. എന്താ ആൻറ്റി? മോളെ, ഇവിടെ ടാറ്റു ചെയ്യുന്ന നല്ല ഷോപ്പ് എവിടെയാണ്? ആർക്കാ ടാറ്റു? ആൻറ്റിക്കാണോ? അവളുടെ അതിശോക്തി കലർന്ന മറുപടി എനിക്ക് ചിരി വരുത്തിച്ചു. അതെ, ഞാൻ നാണത്തോടെ പറഞ്ഞു. ടൗണിലൊരു ഷോപ്പ്. ക്ലാസ്സിലെ ചില കുട്ടികളൊക്കെ ചെയ്യാൻ പോകാറുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറയാം ആൻറ്റിയോട്. പെട്ടെന്ന് എന്തേ ഒരു ടാറ്റു ചെയ്യാൻ മോഹം? പെട്ടെന്നല്ല, കുറേ നാളായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആഹാ, ആൻറ്റിയുടെ ചെമ്പകപ്പൂ നിറത്തിനും കരിനീല കണ്ണഴകിനും സൂപ്പറായിരിക്കും. അതിന് കാണുന്നിടത്തൊന്നും അല്ല കൊച്ചേ. ഞാൻ ചുണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ശരി ശരി ശരി. സുമി എന്തിയേ? അമ്മ കുളിക്കുക. സത്യം പറയാണ്ടി, നിങ്ങൾ രണ്ടാളും എന്തോ വേണ്ടാത്തതല്ലേ സംസാരിക്കുന്നേ? എന്താ നീ പറഞ്ഞേ? എനിക്ക് സത്യത്തിൽ ദേഷ്യം വന്നിരുന്നു. കുടുങ്ങിയോ എന്ന ഭീതിയും ഉണ്ടായിരുന്നു. ഒന്നുമില്ല. എവിടെ ആൻറ്റിയുടെ പുന്നാര മോൻ ആദി സിദ്ധാർത്ഥ്? അവനിവിടെ പഠിക്കുക. മോൾക്ക് പഠിക്കാനൊന്നുമില്ലേ? സീരീസ് എക്സാം ഉടൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവൻ. ഉണ്ടേ, ഫോൺ വന്നപ്പോൾ ഞാൻ സ്റ്റഡി റൂമിൽ നിന്ന് വന്ന് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ആദ്യയോട് ഞാൻ അന്വേഷണം പറഞ്ഞു എന്ന് പറയണേ. എന്തിനാ? നിങ്ങൾ രണ്ടും ക്ലാസ്സിൽ കാണുന്നതല്ലേ? ആണ്, എന്നാലും ചുമ്മാ ചുള്ളനല്ലേ ആൻറ്റിയുടെ മോൻ. അവളുടെ കൊഞ്ചലും കുഴയലും ഇച്ചിരി കൂടുതലാണെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. എന്നാലും എനിക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് പെൺകുഞ്ഞില്ലാത്തത് കൊണ്ടുമാവാം. എടി കാന്താരി, അമ്മയ്ക്ക് ഫോൺ കൊടുക്ക്. ഓ, ശരി ശരി. ഞാനായിട്ട് നിങ്ങളുടെ പതിവ് കലാപരിപാടിയൊന്നും മുടക്കണ്ട. പിന്നെ ആൻറ്റി ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയതുകൊണ്ടാണ് ആദ്യ പെൺകുട്ടികളെ തിരിഞ്ഞു നോക്കാതെ എന്നൊക്കെ ഗോസിപ്പുണ്ട് കേട്ടോ. ആള് ക്ലാസ്സിൽ ഫുട്ബോൾ ചാമ്പ്യനായിട്ടും ഇത്രയും മാൻലി ലുക്ക് ഉണ്ടായിട്ടും ആളൊരു അമ്മക്കുട്ടിയാണെന്നാണ് ഞങ്ങൾ ക്ലാസ്സിൽ സുന്ദരി കുട്ടികൾ അവനറിയാതെ വിളിക്കുന്നത്. പിന്നെ ഇതൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഫോൺ ഇങ്ങ് താടി ശ്രേയ. സുമി അങ്ങേ തലയ്ക്കൽ ഫോൺ മേടിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. നിരഞ്ജന, എന്താടി ശ്രേയ പറഞ്ഞേ? ആദ്യമോനെ കോളേജിൽ പെമ്പിള്ളേർ അമ്മക്കുട്ടിയെന്നാണ് കളിയാക്കുന്നത് പോലും. അവളുമാരെൻ്റെ മോൻ തിരിഞ്ഞു നോക്കാത്തതിന് ഞാൻ ഓവർ പ്രൊട്ടക്റ്റീവ് ആണത്രേ. നമ്മുടെ ആദ്യമോനോ? അവനിതെങ്ങാനും കേട്ടാലുണ്ടല്ലോ, പറഞ്ഞവരെ നല്ല ഇടി കിട്ടുമെന്ന് ഇവളുമാർക്കറിയില്ലേ. പിന്നെ ആ പറഞ്ഞതിൽ ഇച്ചിരി കാര്യമില്ലാതില്ലേ നിരഞ്ജനെ? എന്ത്? നിനക്ക് നിൻ്റെ മോനെന്ന് വെച്ചാൽ അത്രയും കെയർ ഉള്ളതുകൊണ്ടല്ലേ ഹോസ്റ്റൽ നിർത്താതെ നീ തൃശ്ശൂരിൽ നിന്ന് ജോലി ട്രാൻസ്ഫർ മേടിച്ചിട്ട് കൊച്ചിയിലെ ഈ വീട് മേടിച്ചത്? അവനെ പിരിയാൻ വയ്യാത്തോണ്ടല്ലേടി. പിന്നെ എനിക്ക് ആരാണ്? എന്നാലും അവനോടാരെയും പ്രേമിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ എന്തായാലും ഉശിരുള്ള ആൺകുട്ടിയാണ്. ഇന്നാൾ കോളേജിൽ ഒരുത്തനെ ഇടിച്ചിട്ട് പോലും. ശ്രേയയാണ് പറഞ്ഞ്. അതും അവനേക്കാളും തടിയുള്ള പയ്യനെ. നീ അറിഞ്ഞില്ലേ?
ഞാൻ നഖം കടിച്ചു. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവൻ്റെ കുഞ്ഞു മുഖം എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ പൊന്നുമോൻ, എൻ്റെ ആനന്ദത്തിൻ്റെ ഉറവിടം. അവനിപ്പോൾ 20 വയസ്സായി, പക്ഷേ കെട്ടിക്കാനായ പോലെയാണ് അവൻ്റെ ലുക്ക്. എനിക്കിഷ്ടമാണ്. നീ കേൾക്കുന്നുണ്ടോ നിരഞ്ജന? ശ്രേയയുടെ കൂടെ ഇടയ്ക്ക് ഇവിടെ വരുന്ന മെർലിൻ എന്ന കൊച്ചുണ്ടേ, എന്നാ മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നെന്നറിയോ ആ കൊച്ച്. അവൾ ഈ 4 വർഷത്തിൽ ആരെയും പ്രപ്പോസ് ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യം പ്രപ്പോസ് ചെയ്തിട്ടും അവൻ അക്സെപ്റ്റ് ചെയ്തില്ലത്രേ. അപ്പോൾ എന്തോ കാരണം കാണുമല്ലോ. അവൻ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അത് പോട്ടെ, നീ ഇന്നാൾ പറഞ്ഞ കഥ ഒന്നുകൂടെ പറഞ്ഞേ. കണ്ണടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞൊപ്പിച്ചു. എന്തിനാടി ഞാൻ ഈ പറയുന്ന അവിഹിത കഥയും കേട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നേ? സുമി ചോദിച്ചത് മനസ്സിലാകാതെ ഞാൻ അവളോട് ചോദിച്ചു, എന്താ നീ പറയുന്നേ? എടി, വെണ്ണ കയ്യിൽ വെച്ചുകൊണ്ട് വേണോ നെയ് തപ്പി നടക്കാൻ? വെണ്ണയോ? അല്ല, മണ്ണെണ്ണ. ഒന്ന് പോടി ഡാഷേ. അവൾ എന്നെ പോലെ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. ഒന്ന് തെളിച്ച് പറയടി മോളെ. അപ്പുറത്തൊരുത്തൻ കിടപ്പില്ലേ, എല്ലാം ഉള്ളവൻ. നിനക്ക് അവനെ ഒന്ന് കൊതിപ്പിച്ചൂടെ? അപ്പം നിൻ്റെ ദാഹത്തിനൊരാശ്വാസം കിട്ടും. നീ ആരുടെ കാര്യം പറയുന്ന സുമി? ഓ, ഒന്നും അറിയാത്ത പോലെ. നേരെ ചൊവ്വേ പറയടി, അല്ലാതെ എങ്ങനെയാ? നിൻ്റെ ആദിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഞാൻ ഒരു നിമിഷം ഭൂമി പിളരുന്ന പോലെ ആയിപ്പോയി. സുമി, നീ എന്താ പറഞ്ഞു വരുന്നേ? എൻ്റെ നെഞ്ച് പതിവിലും ഇരട്ടിയായി മിടിച്ചു തുടങ്ങി. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. എന്താടി? ആദ്യം എൻ്റെ മോനാ. എൻ്റെ മനസ്സിൽ വാത്സല്യം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അത് പറയുമ്പോൾ അവന് പാപം നൽകുന്ന ആ നിർവൃതി എൻ്റെ മനസ്സിലേക്ക് ഇരച്ചെത്തി. അതിനെന്താ, അവനാണല്ലേ? എടി, പറഞ്ഞു നീ വിക്കി പറയുമ്പോൾ എനിക്ക് കരച്ചിലും വരുന്നുണ്ടായിരുന്നു. ഓ പിന്നെ, ഇതൊന്നും ലോകത്ത് പതിവില്ലാത്തതല്ലേ? എനിക്ക് പക്ഷേ അതിനുത്തരം പറയാൻ കഴിഞ്ഞില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഞാൻ സുമിയോട് എന്തോ ഒരു ഓർമ്മയിൽ ചോദിച്ചു, നീയാണെങ്കിൽ ചെയ്യുവോ? എനിക്ക് മോനില്ലല്ലോ, മോളല്ലേ. പക്ഷെ ഉണ്ടായിരുന്നേ ഞാൻ ഉറപ്പായി ഒരു കൈ നോക്കിയേനെ. അതും ആദിയുടെ പോലത്തെ ഒരു കാളക്കുട്ടനെങ്കിൽ തീർച്ച. ഞാൻ ഇന്നാൾ കൂടെ നിന്നെ ബാങ്കിൽ നിന്ന് അവൻ കാറും കൊണ്ട് വിളിക്കാൻ വരുമ്പോൾ ഞാൻ കണ്ടല്ലോ. ഓരോ തവണ കാണുമ്പോൾ ചെക്കൻ മൊഞ്ചനായി വരുക. ഓ, എന്നാ ലുക്കാടിയവൻ. ഇങ്ങനത്തെ തെമ്മാടിത്തരം പറയാനാണെങ്കിൽ ഞാനില്ല. ഞാൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യാനൊരുങ്ങി. ഒരുമാതിരി. അവളുടെ നാക്കിന് എല്ലില്ല എന്ന സത്യം എനിക്കറിയാമെങ്കിലും ഇത്ര ക്രൂരമായിട്ട് അവൾ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. വെക്കല്ലേടി സുന്ദരി കോതെ. ഞാൻ അവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നീ ചോദിച്ചു നോക്ക്. നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അതോടെ ഞാൻ കട്ട് ചെയ്യും. എനിക്ക് പെരുവിരലിൽ നിന്ന് മരിച്ചു കയറുന്നുണ്ടായിരുന്നു. ഉള്ള മൂടും പോയി. എനിക്കോ നീ ചോദിച്ചാൽ തരില്ല. നിൻ്റെ മോനെ ഓർത്ത് ഞാൻ കിനാവ് കണ്ട എന്താണിപ്പോൾ കുഴപ്പം? പിന്നെ നിൻ്റെ വിഷമം കണ്ടിട്ട് നീയെങ്കിലും സുഖിച്ച കഥ എന്നോട് പറയുമെന്ന് കരുതി പറഞ്ഞതല്ലേ? അവൾ എന്നെ മയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാലും സുമി, നിനക്കിത് എന്നോട് എങ്ങനെ പറയാൻ തോന്നി? നീ ഇത് ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നിരഞ്ജന? എൻ്റെ ആദിമോന് വേണ്ടി. ഒരു നിമിഷം എൻ്റെ ജന്മം തീരും വരെ ആദിമോന് വേണ്ടി അവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അമ്മയും ആവാൻ മാത്രമേ ഞാൻ കൊതിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ ഓർത്തു. അവൻ നാളെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പോയാൽ നീ തനിച്ചാകില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? മക്കൾ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിട്ട് കാണാനല്ലേ ഏതമ്മയെ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ഇത്രയും നാളും നിൻ്റെ സുന്ദരക്കുട്ടൻ എന്തുകൊണ്ടാണ് അവന് വന്ന ലവ് ലെറ്റർ ഒന്നും നിന്നെ കാണിക്കാത്തേ? ലവ് ലെറ്ററോ? പ്രാണൻ പിടയുന്ന ഞെട്ടലിൽ എൻ്റെ ഉള്ളിൽ നീറാനായി തുടങ്ങുകയായിരുന്നു. എൻ്റെ ശ്രേയമോളാ പറഞ്ഞേ, അവൻ ഈ 4 കൊല്ലം കൊണ്ട് ഒത്തിരി ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് അത്രേ. പിന്നെ കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ച് തീ പോലെ കത്തുന്നുണ്ടായിരുന്നു. പലരും അവനെ ഓർത്ത് സ്വപ്നം കണ്ട് ഉറങ്ങാറുണ്ട് പോലും. നീയും ശ്രേയമോളും ഇതൊക്കെ വീട്ടിൽ സാധാരണ കാര്യം പോലെ പറയാറുണ്ടല്ലേ? അപ്പോൾ എന്ത് ഞാനും അവളും നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ ആവണം അമ്മയും മക്കളും തമ്മിൽ. ഞാൻ വെക്കുക, എനിക്കിതൊന്നും കേൾക്കണ്ട. എൻ്റെ മനസ്സിലേക്ക് വേണ്ടാത്തതൊക്കെ കയറുന്ന പോലെ എനിക്ക് തോന്നി. ശരി. പിന്നെ അടുത്ത ആഴ്ച ശ്രേയമോളുടെ പിറന്നാളാണ്. നീ അവനെയും കൂട്ടി വേണം വരാൻ കേട്ടോ. നമുക്ക് 2 അടിക്കുകയും ചെയ്യാലോ. അയ്യോ, രാത്രിയിലോ? അതിനെന്താ, നിനക്കിവിടെ കിടക്കാമല്ലോ. ഉദ്ദേശം മനസ്സിലായി. അത് നടക്കില്ല. മോൾ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്.
ഞാൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ലൈറ്റ് അണച്ചു. പക്ഷേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. സുമി പറഞ്ഞതോർത്ത് വല്ലാത്തൊരു വിമിഷ്ടം മനസ്സിൽ. ആദിയുടെ പോലത്തെ ഒരു കാളക്കുട്ടനെങ്കിൽ തീർച്ച. എന്നാ പൊളിയാടി അവൻ. ഓ പിന്നെ ഇതൊന്നും ലോകത്ത് പതിവില്ലാത്തതല്ലേ. എനിക്കാകെ ഒരു വല്ലായ്മയായി. പതിവില്ലാത്തതല്ലായിരിക്കാം, എന്നാലും ആദി അവൻ എൻ്റെ സ്വന്തം ചോര അല്ലായിരിക്കാം. അവൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലൊന്ന് മിന്നിമാഞ്ഞു. ഇല്ല, അവളല്ല, ഞാൻ തന്നെയാണ് അവൻ്റെ അമ്മ. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. എന്നാലും എൻ്റെ പൊന്നു മോനല്ലേ, അങ്ങനെ ആലോചിക്കാമോ? അവനും ഞാനും കൂടെ എന്തൊക്കെയോ ആലോചിച്ച് ഞാൻ എപ്പോഴും ഉറങ്ങിയും പോയി. പിറ്റേന്ന് ബാങ്കിൽ വെച്ച് ചായ കുടിക്കാൻ നേരം സുമി, ഒരു മിനിറ്റ് നിരഞ്ജന, എന്താടി ഇന്ന് നിൻ്റെ സുന്ദരക്കുട്ടൻ ബൈക്കിലല്ലല്ലോ നിന്നെ കണ്ടത്? എന്തു പറ്റി അവന്? എന്തു പറ്റാ? ഞാൻ ബസ്സിലാണ് വന്നേ. എനിക്ക് എന്തോ പോലെ. എല്ലാത്തിനും കാരണം നീയാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ആദിമോനെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു തന്നിട്ടിപ്പോൾ എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ പോലും ചമ്മലാണ്. അതിന് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ അത് ഇത്ര സീരിയസ് ആയിട്ടാണോ എടുത്തത്? ഇതാണോ തമാശ? കണ്ണടച്ചാൽ എനിക്ക് എന്താ കാണുന്നതെന്നറിയാവോ? എന്ത്? ഒന്നുമില്ല. ചുമ്മാ പറ നിരഞ്ജന. വേണോ? പറയടാ. ഞാൻ ഇന്നലെ അത് ഓർത്ത് കിടന്നത് കൊണ്ടാകണം ഇങ്ങനത്തെ നശിച്ച സ്വപ്നം. എന്ത് സ്വപ്നമാ? ഹോട്ടാണോ? നീ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട സുമി. ഇതെന്ത് കൂത്താണ്? ശരി, പറയാം. ഒരു മലയടിവാരത്തിൽ ഒരു വിൻറ്റേജ് ഹോം. ചുറ്റും കുറേ മരങ്ങളുണ്ട്. മഞ്ഞ് പതിയെ പതിയെ മേൽക്കൂരയിലും മണ്ണിലുമായി പൊഴിക്കുന്നുണ്ട്. മുറ്റത്ത് ഭംഗിയുള്ള പൂന്തോട്ടം. വീട് പാശ്ചാത്യ രീതിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അധികം മുറികളൊന്നുമില്ല. വെളുത്തൊരു ബെഡ്. റോസാപ്പൂക്കൾ വിതറിയ ആ ബെഡിൽ ഞാൻ മലർന്നു കിടക്കുമ്പോൾ ഒരു സുന്ദരക്കുട്ടൻ എൻ്റെ അടുത്ത് വന്നു. എന്നെ ഒരു താളത്തിൽ ഞാനത് പറഞ്ഞു കേൾപ്പിച്ചതും എനിക്കത് മനസ്സിലേക്ക് വീണ്ടും വന്നു. ശരിക്കും മൂത്തുപോയി എന്ന് വേണം പറയാൻ. പട്ടാപ്പകലെനിക്ക് എന്തോ ഒക്കെ വേണമെന്ന് തോന്നിപ്പോയി. ഇത്രയും ഫാൻറ്റസിയൊക്കെ നിനക്കുണ്ടോ മോളെ? പോടി, എനിക്ക് എന്തോ പോലെ. ഇത് നല്ല രസമല്ലേ? കേട്ടിട്ട് തന്നെ കുളിര് കോരുന്ന പോലെയുണ്ടടി. സുമയുടെ കണ്ണുകൾ വിടർന്നുകൊണ്ട് എൻ്റെ മടക്ക് വീണ വയറിൽ അവൾ ഇറുക്കി പിടിച്ചുകൊണ്ടൊരു നുള്ളു തന്നു. എനിക്കും ശരിക്കും മനസ്സിൽ മോഹങ്ങൾ സുനാമി പോലെ എൻ്റെ പ്രായത്തെ തൊലിപ്പിക്കുന്ന പോലെ തോന്നി. കാമം എന്നെ പൂർണ്ണമായും കീഴടക്കിയെന്ന് വേണം പറയാൻ. അതാ ഞാൻ നിന്നോട് രാവിലെ വന്നതും പറയാഞ്ഞേ. എനിക്കറിയാം ആ സുന്ദരക്കുട്ടൻ ആരാണെന്ന്. നിരഞ്ജന തന്നെ വെങ്കടേഷ് സാർ വിളിക്കുന്നുണ്ട്. ഞാൻ അന്നേരം ആ മൊട്ടത്തലേനെ കാണാൻ വേണ്ടി ചെന്നു. കഴിഞ്ഞ മാസത്തെ സിവിൽ കേസ് ലിസ്റ്റ് എല്ലാം അങ്ങേര് ചോദിച്ചിരുന്നു. അതെല്ലാം ഞാൻ പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശ്രേയ എനിക്ക് ടാറ്റു ഷോപ്പ് ലൊക്കേഷൻ അയച്ചു തന്നു. അതുപ്രകാരം ടാറ്റു അടിക്കാൻ വേണ്ടി ഞാൻ കാറിൽ തന്നെ വൈകിട്ട് ടൗണിലേക്ക് ഇറങ്ങി. പക്ഷേ സുമിയോട് പറഞ്ഞപ്പോൾ അവൾ എന്നെ കളിയാക്കി. ഏതാണ്ട് 7 മണിയായപ്പോൾ എൻ്റെ കാറ് വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇരുനിലയുള്ള വീട്ടുമുറ്റത്തെ അധികം ഉയരമില്ലാത്ത മൂവാണ്ടൻ മാവിൽ മാങ്ങ പഴുത്ത് വിളഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. താഴെ വീണ 2 ഞാൻ എടുത്ത് മൂളിപ്പാട്ടും പാടി വീട് തുറന്ന് അകത്തേക്ക് കയറി. ബാഗും മങ്കുനിയുമൊക്കെ സോഫയിലേക്ക് ഇട്ടുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്ന് കുളിച്ചു. നല്ല ചൂടുള്ള ദിവസമായിരുന്നല്ലോ അത്. ശേഷം സ്ലീവ്ലെസ് നൈറ്റിയും ധരിച്ച് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കാപ്പിയിട്ട് കുടിച്ചു. മെഷീനിൽ വാഷിങ് കഴിഞ്ഞു. അടിച്ചുവാരലും കഴിഞ്ഞപ്പോൾ സ്വസ്ഥമായി. അരി പിന്നെ എടുത്ത് അടുപ്പത്തിടാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ TV കാണാനിരുന്നു. അന്നേരമാണ് സുമി പറഞ്ഞത് നേരോ എന്നറിയാൻ വേണ്ടി ആദിയുടെ ബെഡ്റൂമിൽ ഒന്ന് കയറാൻ തോന്നിയത്. TV വോളിയം മ്യൂട്ട് ചെയ്ത് പൂച്ചയെപ്പോലെ ഞാൻ കാലിലെ സ്വർണ്ണക്കുലുസും കിലുക്കി അകത്ത് കടന്ന് അവൻ്റെ മുറിയൊന്ന് അരിച്ചു പെറുക്കിയതും ഒളിപ്പിച്ച സാധനം എൻ്റെ കണ്ണിൽ പെട്ടു. പറഞ്ഞത് തികച്ചും ശരിയായിരുന്നു. കിടിലൻ തന്നെ. എന്തോരം പെൺകുട്ടികളാണ് ലവ് ലെറ്റർ എഴുതി കൊടുത്ത് വെച്ചേക്കുന്നത്. അല്ല, ഇതൊന്നും അവനെന്തേ എന്നോട് പറയാത്തെ? മറ്റെല്ലാ കാര്യവും അവന് പറയാൻ ഉത്സാഹമുണ്ടല്ലോ. ഞാൻ ഓരോന്ന് ചുമ്മാ വായിച്ച് ചിരിച്ചു. അന്നേരം ടേബിളിൽ വെച്ചിരുന്ന എൻ്റെ ഫോണൊന്ന് മൂളിയതും ഞാൻ ഓടിച്ചെന്നെടുത്തു. ആദിമോനായിരുന്നു. അമ്മേ, ഞാൻ ഇച്ചിരി വൈകും. ഇന്ന് ടൗണിലൊന്ന് പോകണം. വിനു കൂടെയുണ്ട്. അവൻ എന്തോ ഷൂസോ മറ്റോ വാങ്ങണം. ഞാൻ സെലക്ട് ചെയ്യണം പോലും. പിന്നെ ഡിന്നറൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ അമ്മേ. ഞാൻ വരുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള മലബാർ ബിരിയാണി വാങ്ങിച്ചും വരാം.
ഞാൻ പതിയെ സോഫയിൽ ചെരിഞ്ഞു കിടന്നു. ടി വിയിൽ ചുമ്മാ ഓരോ ചാനൽ മാറ്റി കളിച്ചുകൊണ്ടിരുന്നു. വസീകര എന്ന പ്രണയഗാനം ടി വിയിൽ കണ്ടപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ ഭാവനകൾ ഉണരാൻ തുടങ്ങി. മാധവനും റീമയും തമ്മിലുള്ള റൊമാൻറ്റിക് രംഗങ്ങൾ കാണുമ്പോൾ മാധവൻ്റെ സ്ഥാനത്ത് ആദിമോനെയും റീമയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെയും കണ്ടു. എൻ്റെ കൈകൾ പതിയെ പതിയെ ഇഴഞ്ഞ് എൻ്റെ കഴുത്തിലൊന്നൊഴിഞ്ഞു. സുഖമുള്ളൊരു നോവ് എന്നെ കീഴടക്കുന്ന പോലെ എനിക്ക് തോന്നി. കണ്ണുകൾ പതിയെ അടഞ്ഞു വരുന്ന പോലെ, ദേഹം ചൂടുകൊണ്ട് വിയർക്കുന്ന പോലെ. കണ്ണടച്ചാൽ ഞാനും ആദിയുമായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെയാണെങ്കിലും ആ ഓർമ്മയിൽ അവനുമൊത്തുള്ള രതിമുഹൂർത്ത സങ്കല്പത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാനായില്ല. എന്താണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് കുറ്റബോധം കൊണ്ട് നെഞ്ചു പിടഞ്ഞു. സോഫയിൽ കിടന്നുകൊണ്ട് ഞാൻ സുമിയെ വിളിക്കണോ വേണ്ടയോ എന്നോർത്തപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. അല്പനേരം കഴിഞ്ഞതും ആദിയുടെ ഹിമാലയൻ വീടിൻ്റെ മുന്നിലേക്ക് ഇരമ്പിയെത്തി. എൻ്റെ ആദിമോൻ എനിക്കിഷ്ടമുള്ള ബിരിയാണി വാങ്ങി വന്നപ്പോഴും എൻ്റെ മുഖത്തൊരു സന്തോഷം നിഴലടിച്ചില്ല. കുറ്റബോധം എന്നെ വേട്ടയാടുകയായിരുന്നു. അവൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോഴും എൻ്റെ നെറ്റി വിയർക്കുന്നുണ്ടായിരുന്നു. കഴിച്ച ശേഷം അവൻ്റെ ഒപ്പം സോഫയിൽ ചേർന്നിരുന്നു കൊണ്ട് ടി വി കാണുമ്പോൾ ഞാൻ അറിയാതെ അവൻ്റെ തോളിലേക്ക് തോള് ചേർത്തു. വെളുത്ത സുന്ദരമായ നീളൻ നഖങ്ങളുള്ള കൈകൾ അവൻ്റെ കൈകളുമായി കോർത്തു പിടിച്ചു. എനിക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. അവനോട് മാപ്പ് ചോദിക്കണമെന്നും തോന്നി. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല. ആദ്യം എൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് സ്ലീവ്ലെസ് നൈറ്റിയുടെ അറ്റം വിരലോ കൊണ്ട് ഞെരടിക്കൊണ്ട് ടി വിയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. നിഷിദ്ധമായ വികാരം എന്നിൽ പാരലായി തെറ്റാണെന്ന് തോന്നുമ്പോൾ എൻ്റെ ആദിമോനിൽ ചേർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ വിയർപ്പിൻ്റെ മണം നെഞ്ചെടുപ്പുമായി ലയിക്കുമ്പോൾ ഒപ്പം അവൻ്റെ ഓരോ സ്പർശനവും എന്നെ വല്ലാതെ ആക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നാളും കൊതിച്ച പുരുഷൻ, എൻ്റെ സ്വപ്നങ്ങളിലെ കാമുകൻ, അവനൊരു മുഖമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ തല ഉയർത്തിക്കൊണ്ട് അവനെ നോക്കുമ്പോൾ ഇരുവശവും വെട്ടി ഒതുക്കിയ മുടിയും കറുത്ത പിരികവും ഇരുനിറമുള്ള അവൻ്റെ ശരീരവും കാണുമ്പോൾ ഇതെന്ത് ശാപമാണ്! ഒരമ്മയ്ക്ക് ഇങ്ങനെ തോന്നുമോ? ഇല്ല, ഞാൻ അവൻ്റെ പെറ്റമ്മ അല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ? അവനെ പ്രസവിച്ച അമ്മ വേറൊരാളല്ലേ? പക്ഷേ എത്ര അടർത്താൻ ശ്രമിച്ചാലും അവൻ എൻ്റെ മോനല്ലേ? അവനോട് ചോദിച്ചാലോ തന്നെ അവൻ എങ്ങനെയാണ് കാണുന്നതെന്ന്? ഒരു പക്ഷേ മറ്റു പെൺകുട്ടികളോട് അടുപ്പം കാണിക്കാതിരിക്കാനുള്ള കാരണം താനായിരിക്കുമെങ്കിൽ അങ്ങനെയാകുമോ? ഹൃദയം നിഷിദ്ധ പ്രണയത്തിൻ അഭിനിവേശത്തിൽ ഇരുവട്ടം മിടിക്കുമ്പോൾ ഞാൻ ആദിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു.